ശരിക്കും ഇന്ന് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത് പാണ്ഡ്യയാണ്. ലാസ്റ്റ് 6 ബോളിൽ 16 റൺസ് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ആവശ്യമായിരുന്നു. ഈ സമയത്ത് മില്ലറും ക്രീസിലുണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് ബോളിൽ തന്നെ പാണ്ഡ്യ മില്ലറെ പുറത്താക്കി. സൂര്യകുമാർ ആ ക്യാച്ച് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ കളി തോറ്റേനെ. പാണ്ഡ്യയുടെ ബോളിംഗ് മികവാണ് ഇന്ത്യൻ ടീമിനെ കളി ജയിപ്പിച്ചത്. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുപാട് വർഷത്തെ ചരിത്രമാണ് ഇന്ത്യ തിരുത്തി കുറിച്ചത്. 7 റൺസിന് ഇന്ത്യ കളി ജയിച്ചു. സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. ഇന്ന് ഇന്ത്യ കളി ജയിച്ചപ്പോൾ പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് കരച്ചിൽ വരികയാണ്. ശരിക്കും ഞങ്ങൾ കളി ജയിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഞങ്ങൾ നേടിയെടുത്ത വിജയമാണ്. എനിക്ക് ലാസ്റ്റ് ഓവർ രോഹിത് ശർമ്മ തന്നപ്പോൾ എനിക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മ എന്നോട് കൃത്യമായി എറിയാനാണ് ആവശ്യപ്പെട്ടത്. ഈ കളി നമ്മൾ തന്നെ ജയിക്കുമെന്ന് രോഹിത് പറഞ്ഞു. രോഹിത് തന്ന ആ സപ്പോർട്ടാണ് ഇന്ന് എനിക്ക് വിജയിക്കാൻ കാരണമായത്. രോഹിത്തിന്റെ തന്ത്രമാണ് കളി ജയിപ്പിച്ചത്. സൗത്ത് ആഫ്രിക്കൻ ടീം ജയിക്കുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. മില്ലറുടെ വിക്കറ്റ് നേടിയതാണ് കളി ജയിക്കാൻ കാരണമായത്. എനിക്ക് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല. എന്താണ് പറയേണ്ടതെന്ന് വ്യക്തമല്ല. അത്രയ്ക്കും സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഞങ്ങളിപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. 2007 ശേഷം ആ വേൾഡ് കപ്പ് ഞങ്ങൾ നേടിയിരിക്കുകയാണ്. ഇതൊരു ചരിത്ര നിമിഷമാണ്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. പാണ്ഡ്യ തന്നെയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ക്ലാസനെ പുറത്താക്കിയതാണ് കളിയിലെ ടേണിംഗ് പോയിന്റ്. അതുപോലെ അവസാന ഓവറിൽ മില്ലറും പുറത്തായപ്പോഴാണ് ഇന്ത്യ കളി ജയിച്ചത്. സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. രോഹിത് എന്ന ക്യാപ്റ്റൻ ഇനി ചരിത്രത്തിന്റെ ഭാഗമാണ്. ധോണിക്ക് ശേഷം രോഹിത് എന്ന ക്യാപ്റ്റൻ ഇനി ചരിത്രത്തിൽ അറിയപ്പെടും. അതുപോലത്തെ മികച്ച ക്യാപ്റ്റൻസിയാണ് രോഹിത് ഇന്ന് കാഴ്ചവെച്ചത്. ഒരു മാച്ചിൽ പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലെത്തി കപ്പടിച്ചത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.